പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവുമോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം അവരുടെ അഭിപ്രായം എന്താണ്. ഇനിയും പിണറായി വിജയനെ ഭരിക്കാൻ അനുവദിക്കണോ, അതോ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയും തുടർഭരണം ഉണ്ടാവും തോന്നുന്നുണ്ടോ? സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? ആളുടെ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. പബ്ലിക്കിന് ഇപ്പോഴും വേറൊരു നേതാവിന് കിട്ടിയതായി തോന്നണില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ നോക്കുമ്പോൾ യങ്സ്റ്റേഴ്സ് പോലും സെയിം വീണ്ടും തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൊരു മൈൻഡിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ അറ്റ്മോസ്ഫിയറാണ് കാണുന്നത്. LDF തന്നെ വീണ്ടും ഭരണത്തിലേക്ക് വരുന്നതാണ് പറയുന്നത്. അതെ, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. കാരണം പ്രതിപക്ഷം പോലും ശക്തമല്ല. അതൊന്നും കാര്യമില്ല. കാരണം ഇപ്പോൾ ഇച്ചിരി ഒരു മിഡിൽ ക്ലാസ്സുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ അനുഭവം ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് വേറൊരാൾ നേതാവ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി പിണറായി വിജയൻ തന്നെയായിരിക്കും. പിണറായി വിജയൻ ഇനി ഭരിച്ചു കഴിഞ്ഞാൽ നാട് ഇനി ബെറ്റർ ആവുന്നതാണോ അതോ വീണ്ടും കൂപ്പുത്തുന്നാണോ തോന്നുന്നത്? അല്ല, അത് സാധ്യതയില്ല. നമ്മൾ ബെറ്റർ പെർഫോമൻസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണമായിരുന്നു. ഇനി അത് പ്രതീക്ഷിക്കുന്നില്ല. ഇനി പ്രതീക്ഷിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ആവട്ടെ എന്നുള്ളതാണ്. പിണറായി വിജയൻ ഇനിയും മുഖ്യമന്ത്രി ആവാൻ തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല. എന്താണ് കാരണം? ഭരണം അത്രക്കും എന്താണ് അങ്ങനെ പോരാന്ന് തോന്നാനുള്ള റീസൺ? അത് റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഭരണം പോരാ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. അതുകൊണ്ട് ഇനി വീണ്ടും വരുന്നതാണ്. പക്ഷെ ഒരു കണക്കെടുക്കുമ്പോൾ വീണ്ടും വരുന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാനുള്ള റീസൺ? ഇല്ല, വരില്ലായിരിക്കും. വന്നേ എന്തായിരിക്കും? മുന്നത്തെ തവണ ഇതായപ്പോ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നിന്ന് കഴിഞ്ഞപ്പോ പോരാ. ഒരു ഡെവലപ്മെന്റ് ഫീൽ ചെയ്തിരുന്നു കഴിഞ്ഞ ഒരു 7 കൊല്ലത്തിൽ? എന്തെങ്കിലും നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ഒരു പേഴ്സണൽ വീടിന്റെ അടുത്തോ? ഞാൻ പേഴ്സണലി പാർട്ടിയിലുള്ള എന്റെ വീട്ടുകാരും പാർട്ടിക്കാർ തന്നെയാണ്. പക്ഷേ പിണറായി ഇനി വരുന്ന എനിക്ക് തോന്നുന്നു. LDF ആണോ? വരും തോന്നണില്ല. വരുന്നത് ആഗ്രഹം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവുമെന്ന് തോന്നണ്ടോ? തോന്നല്ല. എന്താണ് അങ്ങനെ തോന്നല്ല എന്ന് പറയാൻ കാരണം? നല്ല അഴിമതിയുണ്ട്. നല്ല അഴിമതിയുണ്ട്. എന്താണ് പറയാൻ? നമ്മുടെ മറ്റേ ചന്ദന കേസ് എങ്ങനെയാണ് മൂടിപ്പോയാ? പിന്നെ ഏതാണ് നിങ്ങൾക്ക് ഈ ഒരു നാൾ കൊണ്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായി തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവൽ ചെയ്ത സ്ഥലത്തൊക്കെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഫീൽ ചെയ്തിട്ടില്ല? ഇനി ഒരു 5 കൊല്ലം കൂടിയും പിണറായി വിജയൻ ഭരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രി ആവുമെന്ന് തോന്നുന്നുണ്ടോ? വേണ്ട. എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊക്ക് അറിയില്ല. കാരണം ഇനിയും തുടർ ഭരണം ഉണ്ടാവും തോന്നുന്നുണ്ടോ? വേണ്ട. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവുമെന്ന് തോന്നുന്നുണ്ടോ? അത് പറയാൻ പറ്റൂല. വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ചേച്ചി? വീണ്ടും മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതും പുള്ളിയുടെ പ്രവൃത്തിയും കാര്യങ്ങളും പോലെ ഇരിക്കും. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെയുള്ള ഭരണത്തിൽ ഓക്കെ ആയിരുന്നോ? ഇതുവരെയൊക്കെ കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും പറയാൻ പാടില്ല. വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവുമെന്ന് തോന്നുന്നുണ്ടോ? എവിടാ, ഒരു കാരണവശാലും ആകാൻ പോകുന്നില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നാടിന് നല്ല ഭയങ്കര വികസനമല്ലേ. അവര് LDF വരും. വികസനം എന്ന് പറഞ്ഞിട്ട് എന്താ വികസനം ഉള്ളത്? വികസനം എന്ന് പറയാം? വേലക്കയറ്റവും കുത്തനെ കയറി എന്തൊരു കാര്യത്തിൽ വികസനം ഉണ്ടോ? അവര് നന്നാകുന്നതല്ലാതെ വേറെ നാട്ടുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജനങ്ങൾക്ക് എന്താ പറയാനോ? ഒരു പറയാനുമില്ല. പിന്നെ എവിടെ വരാൻ ഇനി? ജനങ്ങൾ ഈ പ്രാവശ്യങ്ങളിൽ തിരിച്ച് ചിന്തിക്കും. ജനം തിരിച്ച് ചിന്തിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം കട്ടപ്പുകയാണ്. ഇനി ഒരു 5 കൊല്ലം കൂടി ഭരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇനി 5 കൊല്ലം കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ കേരള സംസ്ഥാനം പിച്ചച്ചട്ടി എടുക്കുന്നത് പിണറായി വിജയൻ ഭരിച്ച ഉറപ്പ്. നമ്മുടെ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ആവുന്ന ഉറപ്പാണ്. എന്താണ് അതിന് പറയാനുള്ള റീസൺ? പറയാനുള്ളത് മുസ്ലിം ലീഗ് ചിലപ്പോൾ ഇടതുപക്ഷത്തിൽ വരും. ഒരുപാട് പേര് പറയുന്നു ഭരണമൊക്കെ മോശമാണ്, ഇനി വരില്ല എന്ന് പറഞ്ഞാൽ. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഭരണം മോശമാണെന്ന് പറയുന്നവർക്ക് അവർക്ക് രാഷ്ട്രീയ അജണ്ടകൾ കാണും വേറെ. ചേട്ടന് സാറ്റിസ്ഫൈഡ് ആയിരുന്നു കഴിഞ്ഞ എല്ലാം ഭരണത്തിൽ? അതായത് മറ്റു ഭരണങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര തരക്കേടില്ലാത്ത ഭരണമായിരുന്നു. ഇനിയും വരണം എന്നാണ് ആഗ്രഹം. ഇനിയും വരാൻ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞ് വന്നാൽ
അതെന്താണ് ആ സംഭവം? ഇപ്പോഴത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പായിട്ട് മുസ്ലിം ലീഗും UDF-ലുള്ള അനൈക്യമില്ല, ആ. അതൊക്കെ ഭാവിയിൽ വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ ഗുണകരമാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഇവിടെ നമ്മുടെ ഈ കഴിഞ്ഞ 7 വർഷത്തിൽ എന്ത് ഡെവലപ്മെന്റ് ആണ് അല്ലെങ്കിൽ എന്ത് വികസനമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? വികസനം നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട്, നമ്മുടെ സാമ്പത്തികത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് മാക്സിമം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകളും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുകളും സംയോജിച്ചുകൊണ്ടുള്ള വികസനം നടത്താൻ ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു. പുതിയ എന്ത് വികസനമാണ് പുതിയതായിട്ട്? പുതിയ വികസനങ്ങൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ റെയിൽവേ അടക്കമുള്ള വികസനങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഫോണും മറ്റു കാര്യങ്ങളൊക്കെ. അതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന വാഗ്ദാനങ്ങൾ തന്നെ. ഈ 7 വർഷത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്? 7 വർഷത്തിൽ പല രീതിയിലുള്ള വികസനം, എടുത്തു പറയാത്ത പല രീതിയിലുള്ള വികസനങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിലൂടെ സംയുക്തമായിട്ടുള്ള സംരംഭങ്ങളാണ് പലതിൽ നടന്നത്. ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, സ്റ്റേറ്റിനകത്തു നിന്നുകൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നടന്ന് ബാക്കിയുള്ള സംയുക്തമായിട്ടുള്ള സംരംഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്താണ് കാരണം വന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ ഇത്ര നാളും ഭരിച്ചിട്ട് ഒരു മാറ്റങ്ങളും എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് കോൺഗ്രസ് കയറണമെന്നാണ് ആഗ്രഹം. കോൺഗ്രസ്. പക്ഷെ കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇനി വീണ്ടും തുടർ ഭരണം വരും എന്നാണ് പറയുന്നത്. അതിനുള്ള ചാൻസ് ഇല്ല. സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, ഒട്ടുമല്ല, ഒരു തരത്തിലും ഭാഗമല്ല. ഒരു തരത്തിലും. ഇനി ഒരു 5 കൊല്ലം കൂടി പിണറായി വിജയൻ ഭരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവസ്ഥ എങ്ങനെ ആയിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റൂല. അത് ഇപ്പൊ പറഞ്ഞ അനുസരിച്ചിരിക്കും. പക്ഷെ വന്നിട്ട് കാര്യമില്ല. ഇത്ര നാള് ഭരിച്ചിട്ട് ഒരു തരത്തില് നമുക്കൊരു ജനങ്ങൾക്കൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടില്ല. പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരന് ആവശ്യമില്ല നേതാക്കള് ഉണ്ടാക്കണ ഇത് തന്നെ. അവര് ഇങ്ങനെ റിച്ച് ആയിക്കൊണ്ടിരിക്കും, രാജാവായിട്ട് ഭരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരായിട്ട് ഇങ്ങനെ പോവാണ്. ദരിദ്രവാസികൾ എപ്പോഴും ദരിദ്രവാസികളായിട്ട് ഇങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ആർക്കും വന്നില്ല എന്നോ? അങ്ങനെ തന്നെയാണ്.